നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. നമ്മൾ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും. അപ്പോൾ ഇച്ചും കൂടി സൈഡിലോട്ട് മാറ്റിയിട്ട് ഹൈപ്പ് ചെയ്യണം. ഈ ഹൈപ്പ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേക സമ്മാനമൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും ഫോൺ വിളിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണേ, നിങ്ങൾ ആ സെറ്റിൻ്റെ മോഡൽ നമ്പർ എടുത്ത് വെച്ചിട്ട് വേണം വിളിക്കാൻ. ഈ ടി വി ഏതാണ്, കമ്പനി ഏതാണെന്നെങ്കിലും മിനിമം നോക്കണം. കമ്പനി മോഡൽ നമ്പറൊക്കെ എടുത്തിട്ട് വിളിക്കണം. നമുക്ക് ഓരോരുത്തരുടെ പേര് വെച്ച് ഇന്നയാളെ നമുക്ക് തിരിച്ചറിയുന്നത് പോലെ കമ്പനിയുടെ മോഡൽ നമ്പർ വെച്ചാണ് നമ്മൾ ആ ടി വിയെ തിരിച്ചറിയുന്നത്. അങ്ങനെ ടി വിയെ തിരിച്ചറിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുള്ളൂ. എൻ്റെ വിലപ്പെട്ട സമയം അങ്ങനെ കളയരുത്. ഈ മോഡൽ നമ്പർ എല്ലാം എടുത്ത് കുറിച്ച് വെച്ചിട്ട് വേണം വിളിക്കാൻ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ രസകരമായ കുറേ സർവീസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. IV300, സോണിയുടെ IV300 രണ്ട് മൂന്നെണ്ണം ഉണ്ട്. പിന്നെ ഒരു ഓർഗൻ ഉണ്ട്, കാസിയോയുടെ ഒരു ഓർഗൻ ഉണ്ട്. പിന്നെ എന്നാ നമ്മൾ ചെയ്ത് കാസിയോയുടെ ഓർഗൻ, കൊറിയർ കുറേ പൊട്ടിക്കുന്നുണ്ട്. വേറൊരു സാധനം, പിന്നെ ഒരു കാർ സ്റ്റീരിയോ എടുത്ത് നമ്മൾ നോക്കിയായിരുന്നു. അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഇപ്പോൾ ചെയ്തു. അപ്പോൾ അതെല്ലാം കൂടെ കൂടി ഒരു അവിയൽ പരുവത്തിൽ ഇപ്പോൾ ഇട്ടിട്ട് തരാം. കയറി ഇറങ്ങിപ്പോകാതെ മുഴുവൻ ഇരുന്ന് കണ്ടു. ഓക്കെ, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഓക്കെ, നമ്മളിത് ശരിക്കും പറഞ്ഞാലേ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ വെക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ അന്വേഷിച്ചിട്ട് നല്ല ട്രാൻസ്ഫോമർ ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനൊരു നല്ല പവർ സപ്ലൈ മേടിച്ചു. ഇതെന്ന് പറഞ്ഞാൽ LED റെയിൻ റൂഫ് പവർ സപ്ലൈ ആണ്. നല്ല പവർ സപ്ലൈ, ആംബിയറൊക്കെ കിട്ടുന്നതാണ്. 33.3 ആംബിയർ, 33 ആംബിയർ ഔട്ട്പുട്ട് കിട്ടുന്ന നല്ലൊരു 12 വോൾട്ട് അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്ററാണ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. ലൈന്, ന്യൂട്രൽ, ഗ്രൗണ്ട്, പിന്നെ 1, 2 പലതായിട്ട് കൊടുക്കാം. നമുക്ക് ഈ കാർഷികയിലേക്ക് ഇത്രയും വലിയ സാധനമൊന്നും ആവശ്യമില്ല. എന്നാലും നമ്മളത് കൊടുക്കാൻ തീരുമാനിച്ചു. പോസിറ്റീവ്, നെഗറ്റീവ്, മഞ്ഞ, ഇതാണ്ട് ഒരു പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ഇത്ര 3 ലൈൻ കണക്ഷൻ കൊടുക്കണം. 4 ലൈനുണ്ട് ഇതിന്. ഇതാണോ വേണ്ടേ? ഇതാണോ വേണ്ടേ? ലെൻസ് രണ്ടുകൂടെ കൊടുത്താൽ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ആംബിയർ കുറഞ്ഞ ഒരു സാധനം കൊടുത്ത് ഇത് ഓണാവുമെന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം നമ്മളടുത്ത് ആംബിയർ ഉള്ളത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആംബിയർ കുറഞ്ഞ ഒരു ചെറിയ അഡാപ്റ്റർ ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ ടെസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഞാനൊന്ന് കൊടുത്ത് നോക്കുകയാണ്. എന്നാ കൊടുത്ത് നോക്കുന്നേ? കാർഷീരിയോ ഓൺ ആവുമെന്ന്. 12 വോൾട്ടാണ്. 12 വോൾട്ടിൽ വണ്ടിയെ വർക്ക് ചെയ്ത പോലെ ഇരുന്ന് നോക്കുവാണോ? വണ്ടിയെ വർക്ക് ചെയ്ത് ബാറ്ററി എന്നാണെങ്കിൽ ഇത് DC എന്നുള്ളത് AC അല്ലോ. ഓണാവുന്നില്ല. ഓണാവുന്നില്ല. ഇത് നമ്മുടെ ഒരു 15 ഒരു അഡാപ്റ്റർ, വലിയ അഡാപ്റ്റർ കഴിഞ്ഞിട്ട് ആംബിയറിലായിട്ടാണോ? കിട്ടിയ നമ്മുടെ അഡാപ്റ്റർ ട്രാൻസ്ഫോർ പറഞ്ഞെടുത്തു.
ഇതാണോ ഉദ്ദേശിക്കുന്നത്? നോട്ട് ആ കിട്ടി. ഇതിനിവിടെ ഒരു ഫ്യൂസ് ഉണ്ട്, അത് പോയിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തോ ഒരു ഒച്ച ഇതിനകത്താണോ കേൾക്കുന്നത്? ഫ്യൂസിന് കുഴപ്പമൊന്നുമില്ല, ഫ്യൂസ് ഓക്കെയാണ്. ഒന്നും ഓണാകത്തേ ഇല്ല സാധനം. അപ്പോൾ ഇത് അഴിച്ചൊക്കെ നോക്കി ശരിയാക്കി എടുക്കണ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മാലിനൊന്നും ഇനിയിപ്പോൾ കിട്ടാനൊന്നും. സാധനം മാറാൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ചോദിച്ചാൽ അന്നേരം എല്ലാം ഓണാകുമോ ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞത്. നമുക്ക് ചെക്ക് ചെയ്യാൻ ഇവിടെ പറ്റിയല്ലോ. അവർ പറയുന്ന വിശ്വസിക്കാനല്ല പറ്റും. ആൾക്കാരെല്ലാം നോണേ പറയുള്ളൂ. ഒരു സംഭവവും ഇല്ല. അനങ്ങുന്ന പോലെ ഒരനക്കവും ഇല്ല. തുറന്നിട്ടില്ല ആരും കേട്ടോ. സീലില്ല ആ സാധനം. ഞാനും ഇതിപ്പോൾ തക്കാലം തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വില വിളിച്ച് തിരിച്ചു കൊടുത്താലേ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോയേ. കുറച്ച് ദിവസം ഇവിടെ വെച്ചത് നമ്മൾ തന്നെ. അതിന് വേണ്ടിയിട്ട് 10-600 രൂപയുടെ അഡാപ്റ്ററും വെറുതെ മേടിച്ചു. വീട്ടിൽ വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാം ഓക്കെ ആണെന്നോർത്ത് അഡാപ്റ്ററും മേടിച്ചു. ആ പൈസ വെറുതെ പോയി. നടപടിയില്ല. ഞാൻ അടുത്ത് നോക്കാം. കാസിയോ അത് അഡാപ്റ്ററെല്ലാം മരിച്ചു കുറച്ച് എൻ്റെ അമ്മ. ഇതാണ് അതിൻ്റെ അഡാപ്റ്ററിൻ്റെ അവസ്ഥ. അതൊന്ന് കാണിച്ച്. പൊട്ടിപ്പറിഞ്ഞിരിക്കുന്നു. പൊട്ടിപ്പറഞ്ഞു പോയ അഡാപ്റ്റർ. ഡോൾസൻ്റെ അതിൻ്റെ വെട്ടങ്ങളെ ഞങ്ങളതില്ല. സ്വിച്ച് പോയോ? ഡോൾസെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ഡോൾസെൻ്റോ ഇന്ന് എൻ്റെ പേരുണ്ട്. അപ്പോൾ ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയില്ല. എല്ലാം വർക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നു. ഇപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഒന്നും വർക്കിംഗ് അല്ല. അതിൻ്റെ ഡിസ്പ്ലേ ഒന്നും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് അത് റിട്ടേൺ ആണ്. പിന്നെ അടുത്ത കാസിയോ. അപ്പോൾ ഈ കാസിയോയുടെ ഇത് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാസിയോയ്ക്ക് മാത്രമുള്ളൊരു സൂക്കേടാണ് എല്ലാത്തിൻ്റെ അഡാപ്റ്റർ പോസിറ്റീവാണ് സെൻറ്റർ. ഇവരുടെ സെൻറ്റർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ അതൊരു വല്ലാത്ത പോരായ്മയാണ്. സെൻറ്റർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പം അങ്ങനെ ഒരു ചതിവ് കാസിയോ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് കാസിയോയ്ക്ക് തന്നെ പൊളാറ്റ് തിരിഞ്ഞ് അവർക്ക് തന്നെ ഭാര്യയായി. ലോകത്തിലുള്ള മുഴുവൻ കമ്പനികളും സെൻട്രൽ പോസിറ്റീവും സൈഡ് നെഗറ്റീവും. ഇത് സൈഡ് പോസിറ്റീവ്, സെൻട്രൽ നെഗറ്റീവ്.
ഓക്കെ. ഒരു 9 വോൾട്ട് അഡാപ്റ്റർ എടുക്കാം. 9 വോൾട്ട് എടുക്കുക. വേണ്ട. ഇവിടെ നിന്നല്ല, ഇവിടെ നമുക്ക് 9 ഉണ്ടോ? ഇല്ലല്ലോ, 5 ഉള്ളൂ. 9 താഴെ പോകണം. ഒരു 9 വോൾട്ട് അഡാപ്റ്റർ എടുക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ പണി ഫിനിഷ് ചെയ്യുക. അത് അഴിക്കണം, അഴിച്ചിട്ട് പ്ലാറ്റ് തിരിയണം. 9 വോൾട്ട് ആംബിയർ എത്രയാ? 1 ആംബിയർ 2 ആംബിയർ മതി. 500 ആണേലും 1 ആംബിയർ ആണെങ്കിലും ഉണ്ടെങ്കിൽ ആ 1 ആംബിയർ, 2 ആംബിയർ ഉണ്ട് 2 ആംബിയർ. ഇതിൻ്റെ ഒറിജിനൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അഡാപ്റ്റർ അത് 9 വോൾട്ട് 500 മില്ലി ആംബിയർ ഉള്ളത്. പണ്ട് ഞാനേ ഇത് പഠിച്ചിട്ടുണ്ട്. എന്നാ അതിന് പറയുന്നത്, ഒരു സാധനം ഹാർമോണിയപ്പെട്ടി, ഇങ്ങനെ ഇരുന്ന് അടിക്കുന്ന ഹാർമോണിയപ്പെട്ടി വായിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നൊരു ഭാഗവതർ ഹാർമോണിയം പഠിപ്പിക്കുമായിരുന്നു. സാ രീ ഗ, നേരവേ പഠിച്ചില്ല അന്ന്. സാരി ഗ മ പദ. അന്ന് നല്ലപോലെ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നല്ലപോലെ വായിക്കായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കട്ടയെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നുള്ളേ. ഇത് ഏതെല്ലാം അഡാപ്റ്റർ മേടിച്ച് കുത്തിയാലും ഇത് വർക്ക് ചെയ്യല. ഈ സംഗതി ആർക്കും മനസ്സിലാകാത്ത കൂട്ട് പരിപാടിയാവും മാതിരി ചെയ്തു. അത് പണ്ട് തൊട്ട് എനിക്കറിയാം. കാസിയോയ്ക്കുണ്ട്, സാനിയോയ്ക്കുണ്ട് ആ പരിപാടി. സാനിയോടെ വരെ പിന്നെ കോഡ്ലെസ് ഫോൺ ഉണ്ടായിരുന്നത്. കാരണം അവരുടെ അഡാപ്റ്റർ മാത്രമേ ഉപയോഗിച്ചാലേ വർക്ക് ചെയ്യാവുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിയാണ്. അഡാപ്റ്റർ എടുക്കാൻ ഒരാൾ പോയിട്ട് കണ്ടിട്ടില്ല. അഡാപ്റ്റർ എടുത്തോണ്ട് ആൾ വരുമ്പോഴത്തേക്കും നമുക്കൊരു IV300 കൂടി ഇരിപ്പുണ്ട്. അഡാപ്റ്റർ എടുത്തോണ്ട് ഇങ്ങ് പോകുന്നേ. സോണി IV300 അത് നമുക്കൊന്ന് എടുക്കാം. അഡാപ്റ്ററും കട്ടോടെ എടുത്തോണ്ട് പോകാം. ഇത് അനക്കമൊന്നുമില്ല, ഒന്നും തെളിയുന്നില്ല. IV300 അത് ഞാൻ അഡാപ്റ്റർ ഉണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ പണി തീർന്നു. അത് ഞാൻ ചെയ്തോളാം. ഇത് 9 വോൾട്ട് 1 ആംപിയർ അതിൻ്റെ ആവശ്യമുള്ളൂ. മറ്റേ 3 ആംപിയറും 2 ആംപിയറും വേറെ കൊണ്ടുവന്നേ, എല്ലാം വണ്ണ. സോൻചാൻ തിരിച്ചു വെച്ചാണോ ഇത് ക്യാമറ? ആ,
വരുന്നത് നോക്കിയാൽ പിടിക്കാമേ. ഇതല്ലേ ഇത് കുത്തി വെച്ചേക്കുന്നേ? അല്ല, ഏതാ ഇതേതാ? അത് മതിക്കോ, അത് മതിക്കോ. ഇത് അഡാപ്റ്റർ, ലൂസാണോ? ഇത് അഡാപ്റ്റർ. നീ ലൂസല്ലല്ലോ. മീറ്റർ തന്നു ഞാൻ. ഇതൊക്കെ മാറ്റിക്കോ, ഇതൊക്കെ മാറ്റിക്കോ. എല്ലാം കഴിഞ്ഞു. കാർഷികയുടെ പരിപാടി കഴിഞ്ഞാൽ മൊത്തം മാറ്റിക്കോ. ഇത് ഓൾട്ടേ വരുന്നില്ല എൻസി. അഡാപ്റ്റർ കംപ്ലൈൻറ്റാണ്, ഓൾട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കൊണ്ട് നെഗറ്റീവ് കൊടുക്കാൻ പോവാം. ഇതിൻ്റെ പോസിറ്റീവ് ഇത്, ഇതിൻ്റെ നെഗറ്റീവ് ഇത്. നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് വേലും, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് വേലും. കാസിയോ മുടിഞ്ഞു പോയതിൻ്റെ കാര്യം എന്നാ, തലതിരിവായിരുന്നു. മൊത്തത്തിൽ തലതിരിവായിരുന്നു. കാസിയോ കമ്പനി ഇന്ന് തീർന്നു പോയില്ലേ? ആരുടെ കുഴപ്പമാണ്? അന്നേ ഞാൻ പറഞ്ഞതാ ഇങ്ങനെ ഒന്നും തലതിരിച്ച് കൊടുക്കല്ലേ എന്ന്. കേൾക്കത്തില്ല, അഹങ്കാരം. നമുക്കറിയാം LED ടി വിയിലിരിക്കുന്ന ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ എന്ന് പറയും. ആ LCD ഡിസ്പ്ലേ വെച്ച് വാച്ച് ആദ്യമായിട്ട് ഉണ്ടാക്കിയവന്മാരാണ് കാസിയോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല ഈ കാസിയോ എന്ന് പറയുന്നത്. ഇന്ത്യ ഇച്ചിരി ഫ്ലെക്സ് തന്നെ ആണ്ടോ. LCD ടി വിയുടെ ഡിസ്പ്ലേ ആയിട്ട്, ഇപ്പോൾ LED ടി വിയുടെ ഡിസ്പ്ലേ ആയിട്ട് നിങ്ങൾ കാണുന്നതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളറല്ല. അപ്പം ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സാറിന് ഇതുണ്ടായിരുന്നു. സാറിന് കാസിയോടെ വാച്ച് നിങ്ങൾ പലരും കണ്ടിട്ട് കാണുമായിരിക്കും. പഴയ ആൾക്കാരൊക്കെ കണ്ടിട്ട് കാണും. പണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആൾക്കാർ കൊണ്ടുവരുമായിരുന്നു കാസിയോടെ വാച്ച്. എഴുതി കാണിക്കുന്ന വാച്ച്, മറ്റേ സൂചി ഓടുന്ന വാച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സൂചി ഓടുന്ന വാച്ച് 1 മണി 2 മണിയെന്ന് എഴുതി കാണിക്കുന്ന വാച്ച്, അതാണ് കാസിയോടെ വാച്ച്. അത്ര ടെക്നോളജിയിൽ ഒന്നാമത് നിന്ന കമ്പനിയാണ്. ഇന്ന് എവിടെ പോയെന്ന് അറിയത്തില്ല. ഒറ്റ കുഴപ്പം കൊണ്ടാണ്, ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. നിങ്ങളെല്ലാം അന്വേഷിച്ചോ. പോസിറ്റീവും നെഗറ്റീവും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ട്? എന്തെങ്കിലും സാധനം വർക്ക് ചെയ്യുമോ? വർക്ക് ചെയ്യത്തില്ല. എന്നിട്ട് കാസിയോയുടെ ആ ടെക്നോളജിയിലുള്ള വാച്ച് ഇറങ്ങി പണ്ടത്തെ കാലത്തെ ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് കൂട്ടൊരു വാച്ച് കിട്ടുവാണെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞങ്ങളുടെ സ്പോർട്സിൻ്റെ സാറിനുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ഒരു കത്തി, ഞാൻ ക്ലീൻ ചെയ്യട്ടെ, ഈ കത്തി മതി. പുള്ളി ഭയങ്കര ജാടയ്ക്ക് കാസിയോടെ വാച്ചൊക്കെ കെട്ടിങ്ങനെ വരുമായിരുന്നു. പിന്നെ കാശ് ഒന്നും അല്ലല്ലോ ഇതിൻ്റെ മാനദണ്ഡം. ഇതൊക്കെ ഒരു കൊതിയാണല്ലോ. എനിക്ക് പക്ഷേ കാസിയോടെ വാച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് മറ്റേ സൂചി ഓടുന്ന വാച്ച് 10ാം ക്ലാസ്സിൽ നിന്ന് പപ്പ മേടിച്ചു തന്നു. പിന്നെ എനിക്ക് അതിനോട് വലിയൊരു ആക്രാന്തവും തോന്നിയിട്ടുമില്ല, വാച്ചിനോട് പോലും. വാച്ച് പോകേണ്ടതിലും ഞാൻ കെട്ടാറ് പോലുമില്ല. ആ കാസിയോടെ ഡിസ്പ്ലേ ആണ് ടി വിയുടെ വാച്ചാലിരിക്കുന്ന ആ കുഞ്ഞ് ഡിസ്പ്ലേയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ മുട്ടൻ 55 ഇഞ്ച് 75 ഇഞ്ചും ഒക്കെ ടി വിയുടെ അടിസ്ഥാനം. ആ ബെസ്റ്റ് മോളിക്യൂൾ എന്നാ നമ്മൾ DNA എന്ന് പറയും. DNA ടെസ്റ്റ് എടുക്കുക എന്ന് പറയല്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് DNA ഈ കാസിയോടെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. അതാദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആദ്യം ഉണ്ടാക്കി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാസിയോ തന്നെ ഉണ്ടാക്കി. ടി വി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കാസിയോ തന്നെ ആദ്യം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ നമ്മുടെ സാംസങ്ങും സോണിയൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ സോണി ഒരു ഡിസ്പ്ലേ കണ്ടുപിടിച്ചു, സാംസങ്ങും ഒരു ഡിസ്പ്ലേ കണ്ടുപിടിച്ചു. ഇവരെല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് പിന്നെ ഒരു ഡിസ്പ്ലേ ഇറക്കി. എല്ലാവരും കൂടെ കൂട്ടി ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പാവം കാസിയോ മരിച്ചു. കാസിയോ കൊന്നു എല്ലാവരും കൂടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് വർക്കിംഗ് ആണ് മക്കളെ. അപ്പം തല തിരിഞ്ഞവനെ കുരുത്തം കെട്ടവൻ നേരെയാക്കി. തല തിരിഞ്ഞവനെ കുരുത്തം കെട്ടവൻ നേരെയാക്കി.
കുരുത്തം കെട്ടവൻ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഇച്ചിരിയും കൂടെ കാരണവന്മാർ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ എന്നാന്നറിയത്തില്ല, പുതിയ പിള്ളേർക്കൊക്കെ കാരണവന്മാരെ തന്നെ താല്പര്യമില്ല. അവരെല്ലാം ഇന്ത്യ വിട്ടു പോവുകയാണ്. അവർക്ക് കാരണവന്മാരെന്നല്ല, അവർ ഇന്ത്യക്കാരാന്ന് പറയാൻ തന്നെ അവർക്ക് വലിയ താല്പര്യമില്ല. നാണക്കേടാ. എനിക്കറിയത്തില്ല എന്നാന്ന്. പക്ഷേ ഈ നാണം കെട്ടെല്ലാം അവിടെ പോയെങ്കിലും അവിടുന്ന് തനി സ്വഭാവം കാണിക്കുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് തനി സ്വഭാവം കാണിച്ച് നല്ല ബുദ്ധിമുട്ടുകൾ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എവിടെ ചെന്നാലും നമ്മൾ ആ രാജ്യത്തിൻ്റെ സംസ്കാരമായിട്ട് ചേർന്ന് ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ വളർന്ന് വരണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, അവർക്ക് നമ്മളോട് വെറുപ്പാവും. ഈയിടെ മാൾട്ടയിൽ പോയിട്ട്, മാൾട്ട ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പറഞ്ഞു. മാൾട്ടയിൽ പോയിട്ട് നമ്മുടെ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ ബ്ലോഗർ, നിങ്ങൾ അറിയുമായിരിക്കും, അദ്ദേഹം പറയുന്നത് കേട്ടു. അവരുടെ കൂടെയുള്ള നമ്മുടെ ഒത്തിരി പിള്ളേർ അവിടെ മാൾട്ടയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം എന്നാ പറയുന്നത്, അവർക്കെല്ലാം അവിടെ ഒരു വിലയില്ലെന്നായെന്ന് പറഞ്ഞു. ആദ്യകാലത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല വിലയും കാര്യങ്ങളും ആയിരുന്നാണ് പറഞ്ഞു. ഇപ്പം നമ്മുടെ ആൾക്കാരുടെ തെറ്റായ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കൊണ്ട് വിലയില്ലെന്നായി. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മുടെ ഇന്ത്യയിൽ എടുക്കുന്ന കൂട്ട് സ്വഭാവം അവിടെ എടുക്കാതിരിക്കുക, അവിടുത്തെ സംസ്കാരമായിട്ട് നിങ്ങൾ ചേരുക. അതുകൊണ്ട് ഞാൻ കാസിയോയെ ഞാൻ അങ്ങനെ ചേർത്ത് അപ്പോൾ കാസിയുടെ പണി കഴിഞ്ഞ് അവനെ നല്ലപോലെയൊക്കെ ഒന്ന് കാണിച്ചേരെ. നീ വേണേൽ പിയോനൊക്കെ ഒന്ന് വായിച്ച് നോക്കിയോ, ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ. എന്നാണ്. അപ്പോൾ ഇത് ഞാൻ അഴിച്ച് എല്ലാം ചെയ്തതിൻ്റെ ഭാഗമായി എല്ലാം കഴിഞ്ഞു. പാട്ട് പഠിക്കണം നിനക്ക്. ഞാനേ ഒരു ഇച്ചിരി ഗമ്മിട്ട് കാണാൻ നല്ല പണിയും കൂടെ ഫിനിഷിങ് ആക്കിയിട്ട് പാടാം. കുഴപ്പമില്ല, പുറത്തൊന്നും പോവില്ല. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ നല്ല അഡാപ്റ്റർ കേട്ടോ, സൂപ്പർ അഡാപ്റ്റർ. ഇത് ആർക്കും പിടി കിട്ടിയല്ല എന്നാന്ന്. അറിയാവുന്നവരുണ്ട് കേട്ടോ, അറിയാവുന്ന നമ്മുടെ ടെക്നീഷ്യന്മാർ, നല്ല കഴിവുള്ളവന്മാരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ലേ. ഇനി പൊങ്കാലയിടാനൊന്നും വരണ്ടേ. ഇതൊക്കെ ചേട്ടൻ ഇപ്പോഴാണോ അറിയുന്നത്? ഞങ്ങൾക്ക് പണ്ടേ ഇതറിയാം. എനിക്കറിയത്തില്ല. അപ്പോൾ നീ വേണം ഒന്ന് പഠിച്ചോ. ഞാൻ പഠിക്കുന്നൊന്നുമില്ല, ഒന്ന് ചുമ്മാ പഠിച്ചോ, ഒരു രസം. ഒന്ന് ഞെക്കി നോക്കിയോ, ഫ്രീ ആയിട്ട് പിയാനോ. പഠിക്കാനോ പറ്റിയില്ല, വെറുതെ ഒന്ന് കാളരാകും. അതെ കാളരാഗം. അപ്പം മതി, നിർത്തിക്കോ. കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലെന്നാക്കണ്ട. ഇവിടെ കയറിക്കാൻ പിടിക്കാം. ഊരട്ടെ, അഡാപ്റ്റർ ഊരട്ടെ. 763 ഇതിൻ്റെ നമ്പർ. ഓക്കെ, ഈ അഡാപ്റ്ററും കൂടെ കൊടുത്താൽ മതി, സൈഡിലിട്ടേക്കാം. വേറെ പൊട്ടിപ്പോയി അഡാപ്റ്റർ ആകെ ഇനി എന്നത്തിന് ഈ വേസ്റ്റിൽ കളയൂ. അതുകൊണ്ട് വെച്ച് പോകാൻ നേരത്ത് കൊണ്ടുപോകാം. ഞാൻ IV 300 ഒരെണ്ണം ഇരിക്കട്ടെ. ഇനി അപ്പുറമുള്ള വല്ല IV 300 ഒക്കെ ഉണ്ടോ, കൊണ്ടുവരാമോ? അപ്പുറം IV 300 വല്ലതും ഉണ്ടോ, കൊണ്ടുവരാമോ?
പോസ് ചെയ്ത് തരാം. അല്ല ഞാനിത് തുറക്കാൻ പോവാ. IV300 തുറക്കാൻ പോവാണ്. ഒരു പാത്രം എടുത്തോളൂ. അനക്കമേ ഇല്ല, ഒരു ലൈറ്റും കത്തുന്നില്ല. നമുക്ക് ആദ്യം ഒരു പവർ സപ്ലൈ ഉണ്ട് എൻ്റെ കയ്യിൽ, അത് വെച്ച് നോക്കാം. മാർക്കറും കൂടി ചെന്നാൽ ഇതിലെല്ലാം എഴുതി വെക്കാൻ. ഫോൺ IV300 വേണ്ടി ഫോൺ ഉപേക്ഷിക്കൂ. ഹലോ, പണ്ട് തൊട്ടുള്ള ലീഡിങ് കമ്പനി. ബാക്കിയൊക്കെ നമുക്ക് പുതിയ പുതിയ കമ്പനികളാണ്. അവരുടെ വാറണ്ടിയൊക്കെ നിങ്ങൾ നോക്കുക, ക്ലാരിറ്റി നോക്കുക, അങ്ങനെയൊക്കെ നോക്കി വിവേകത്തോട് മേടിക്കുക. വലിയ ക്ലാരിറ്റി ഒന്നും വേണ്ട, വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട. ലാസ്റ്റിങ് മതിയെങ്കിൽ 4 വർഷം വാറണ്ടിയുള്ള സെറ്റൊക്കെ ഉണ്ട്. ഇമ്പക്സിനൊക്കെ ഇപ്പം 4 വർഷം വാറണ്ടി ഉണ്ട്. കയറ് കുഴപ്പമില്ല, അവറേജ് കമ്പനിയാണ്. ഈ 3 കമ്പനി കഴിഞ്ഞ ബോത്ത് ആർ മാത്തമാറ്റിക്സ്. സോണി, LG, സാംസങ് കഴിഞ്ഞാൽ ബോത്ത് ആർ മാത്തമാറ്റിക്സ്. എല്ലാം കണക്കാന്ന് മനസ്സിലായോ പറഞ്ഞു. പാനാസോണിക്കൊക്കെ TV നിർത്തിയിട്ട് വർഷങ്ങളായി. അതൊക്കെ ചുമ്മാ പാനാസോണിക്കിന്റെ പേരെഴുതി വെക്കുന്ന. സോണി മേടിച്ചോ? സോണി കാശുണ്ടോ സോണി മേടിക്കുക, കാശില്ലെങ്കിൽ LG മേടിക്കുക, സാംസങ് മേടിക്കുക. ഓക്കെ, ബാക്കി എല്ലാം തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലെയുള്ള സംഭവമുള്ളൂ. സോണി എല്ലാം ചൈനയിൽ പോയി മേടിച്ചു കൊണ്ടിരുന്ന സെറ്റുകൾ. സോണി അതിൽ നല്ലതാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നായിരുന്നു മറുപടി പറയുന്നത്. സോണി 32 ഇഞ്ച് ഗൂഗിൾ TV ഉണ്ട്. ഓക്കെ ശരി. ആ കൂടി ചെല്ലു. ഇത് വെക്കാൻ ഇത് പാത്രമോ ഇവിടെ വെക്കാൻ ഇങ്ങനെ, അല്ലാതെ ഊരി എടുക്കണം. ചെക്ക് ചെയ്യാനാണെങ്കിൽ ഊരുണ്ട, അങ്ങനെയൊക്കെ വെച്ച് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അപ്പുറം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഓണാണോ? ഓണമാണ്. ഓണം ജസ്റ്റ് പവർ സപ്ലൈ ആണോ മദർ ബോർഡ് ആണോ എന്ന് അറിയാനായത് ഞാൻ നോക്കുന്നത്. പവർ സപ്ലൈ ആണെങ്കിൽ ഇതിൻ്റെ കസ്റ്റമർ രക്ഷപ്പെട്ടു. നമുക്ക് പവർ സപ്ലൈ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാം. നമ്പർ ഇതിലുണ്ട് 825. അപ്പം ഞാനൊരു പവർ സപ്ലൈ കൊടുത്ത് നോക്കുകയാണ്. വർക്ക് ചെയ്യുന്നൊരു പവർ സപ്ലൈ രക്ഷപ്പെട്ടു. സെറ്റ് വർക്കായി. ഹലോ മോട്ടോ. അപ്പോൾ ഇതിന് പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. സെറ്റ് ഓണായി. TV ഇനി നമുക്ക് പെൻ ഡ്രൈവ് വരുമോ എന്ന് നോക്കണം. ഞാൻ ആംപ്ലിഫയർ ഒന്നും കൊടുത്തിട്ടില്ല, എല്ലാം കൊടുത്ത് നോക്കണം. മജുവോ ഇവിടെ ഊരിപ്പോയതാണ് കേസ്, ഊരിപ്പോയതാണ്. അതൊന്നും കുഴപ്പമില്ല. വർഷങ്ങളായിട്ടുള്ള കുത്ത് കാരണം, കുത്ത് കാരണം എല്ലാം ലൂസായി, വെറുതെ ഊരിപ്പോരാൻ തുടങ്ങി. ഞാൻ ഈ പെൻ ഡ്രൈവ് ഒന്ന് കുത്തി നോക്കട്ടെ. പെൻ ഡ്രൈവ് കുത്തി. TV ഫങ്ഷൻ TV പുഷ് പവർ പ്രൊട്ടക്റ്റ് നമ്മളത് കണക്ട് ചെയ്യാഞ്ഞിട്ടും ആകാം, ചിലപ്പോൾ സംഭവിക്കാം. ഓക്കെ,
എന്നാണെങ്കിലും പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണെന്നുള്ള കാര്യം തീരുമാനമായി. ഓക്കെ, അത് കഴിഞ്ഞല്ലേ പുഷ് പവർ പ്രൊട്ടക്റ്റ് 825 ഇവിടെ എഴുതി വിട്ടേക്കാം. 825. കിട്ടിയോ? ഒന്നും കാണത്തില്ലല്ലോ. വലുപ്പം വെച്ചെടുത്താണോ? ഇതൊരെണ്ണം അതൊരു പൊട്ടിച്ച് നോക്കിക്കോ. ആരാണ്? ഇത് ഇന്ന് വന്ന കൊറിയറാണ്. ഇത് ഒന്ന് പൊട്ടിച്ച് കാണിച്ചാൽ എന്നാന്ന് അറിയത്തില്ല. ആ നോക്കാം, രണ്ടും മുട്ടിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പവർ സപ്ലൈ കംപ്ലൈൻറ്റ് തന്നെ. അത് തീരുമാനമായി. ഇനി എനിക്ക് അറിയാനുള്ളത് അടുത്ത IB300 തന്നെയാണോ? ഇതൊരു സാധനം എന്നതാണോ ഇത്? ഇതൊരു IB300 അല്ലല്ലോ, ഇന്നെന്തോ വന്നതാണല്ലോ ഇത്. ജോഷി VS. ഇത് വേറെ എന്തോ ഒരു സാധനം. എനിവേ എന്നാലും നല്ല പാക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്നാ സാധനം ഒന്ന് പൊട്ടിച്ചൊന്ന് നോക്കാം. ആ ഫോണൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇതൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് പിടിച്ചേ. എന്താ സാധനമാണ് പൊട്ടിക്കുന്നത്? ഞാൻ പൊട്ടിക്കാം. അതാ പൊട്ടിയതുകാരി ഇനി തന്നെ പൊട്ടിച്ചു. ക്ഷമയില്ലെങ്കിൽ അതെല്ലാം വലിച്ചു കയറും. ആ, ക്ഷമ ഇച്ചിരി കുറവാ. പൊട്ടിച്ചു. എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓ, വേർത്ത് കുളിച്ച് എന്തോരാവിയാ. ഓ, ചൂട് കാരണം നിൽക്കത്തില്ല. ചൂടാണ്, ചൂട്, നിത്തത്തി ചൂട്. അതുകൊണ്ട് വേർത്തൊഴുകുക. കാരണം വളരെ കുറവാണ്. ഒരു കേക്ക് പോലെ ഇരിക്കുന്നു. എന്താണാവോ? കേക്കാണോ? ആരെങ്കിലും കേക്ക് അയച്ചു തന്നാണോ എന്ന് അറിയത്തില്ലല്ലോ. ക്രിസ്മസ് ആയില്ലോ കേക്ക്. അയ്യോ, കൈ മുറിക്കല്ലേ? എന്താണ് ആകാംക്ഷയായി പെട്ടെന്ന് പൊട്ടിയത് ആകാംക്ഷയായി. അയച്ചയാൾ ഇതെല്ലാം കണ്ടോണ്ടിരുന്ന് ചിരിക്കുന്നുണ്ട്. DVD പ്ലെയറോ? അത് കൊള്ളാം. സോണിയുടെ ഒരു കുഞ്ഞൻ DVD പ്ലെയർ അല്ല, ബ്ലൂറേയാ. ബ്ലൂറേ ബോക്സ് പോലെ ഉണ്ട്. HDMI ഔട്ട്, LAN ഇൻപുട്ട്, ഇൻ്റർനെറ്റൊക്കെ ഉള്ള കൊള്ളാം ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അതിൽ മാർക്കർ കൊണ്ട് പക്ഷെ അഡാപ്റ്റർ ഇല്ല, ഇതിൻ്റെ 12 വോൾട്ട് അഡാപ്റ്റർ ഇല്ല. ഇത് മാത്രമേ അയച്ചിട്ടുള്ളൂ. ഇതിനകത്തൊരു 12 വോൾട്ട് അഡാപ്റ്ററാണിത്. 12 വോൾട്ട്. കസ്റ്റമറുടെ പേര് എഴുതി വെക്കാം. ജോഷി ഇതെല്ലാം എഴുതിക്കോ. അടി മാർക്കർ വെച്ച് ഫുൾ എഴുതിക്കോ. ഫോൺ നമ്പർ സഹിതം എഴുതിക്കോ. അല്ല പിന്നെ നാളെ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. എല്ലാവരോടും നമ്മൾ പറയുന്ന അയക്കുന്ന സെറ്റേലോ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും എഴുതണേ. ഞങ്ങൾക്ക് ഒന്നാമതേ നേരമില്ല. ഞങ്ങളുടെ സമയം കളയല്ലേ എന്ന് പറയുന്നതാണ്. ആരും കേൾക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നീ അതെല്ലാം എഴുതി ഇരിക്കേ. ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. ഇതിനകത്ത് കൊറിയർ വന്ന ഒരു
IV300 ആണ്. നമ്മൾ കസ്റ്റമറോട് ചോദിച്ചു, ആരെയും കാണിച്ചു, ഇടയ്ക്ക് വെയിലത്തൊക്കെ വെച്ചപ്പോൾ ഓണാവുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഡ്രൈ ആണെന്ന് പറഞ്ഞു. വെയിലത്ത് വെച്ച് ഓണാകുന്ന ഡ്രൈ ആണോ എന്ന് എനിക്കറിയത്തില്ല. സംഭവം സാധനം പണിത് റെഡാക്കി കൊടുത്തു, അത് കഴിഞ്ഞ് വർക്ക് ചെയ്തിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഇതിന് എന്നാ പറ്റിയതാന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം, അതിൻ്റെ അകത്തെ അവസ്ഥ എന്നാന്ന് അഴിച്ചു നോക്കാം. മറ്റൊരാൾ നോക്കിയതായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ എന്നാ വന്നേ? ഈ യന്ത്രമൊക്കെ എന്നാ വന്നേ? ഇത് മനുഷ്യനെ ഇവിടെ കണ്ട പൂക്കാന്ന് ഒരു സ്ക്രൂ അഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രം യന്ത്രങ്ങൾ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ആ യന്ത്രം അഴിക്കുന്നതിനേക്കാൾ സ്പീഡ് ഞാൻ അഴിച്ചു തരാം. ഇത്രേ ഉള്ളൂ സാധനം. എന്താണ് അവസ്ഥ? ലെൻസ് ഞാൻ ചെയ്തു കാണിച്ചു. $825 $825. ഇതൊന്ന് ഊരിയിട്ടേക്കാവോ? ഇതെവിടെ കൊണ്ടുവെക്കണം? അവിടെ വെച്ചാൽ നാളെ ചെയ്യുമതല്ല, ടുമോറോ എല്ലാം ഫിനിഷ് ചെയ്യും. ഇനി ഏതെങ്കിലും IV300 ഉണ്ടോ എടുത്തോണ്ട് പോരണം എവിടെയെങ്കിലും. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞേക്കാം. ഇനി ആരെങ്കിലും IV300 ഇവിടെ തന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 825 മറ്റേ ഇപ്പം ഞാൻ വിളിച്ചായിരുന്നു, അവർ രണ്ടുപേരും അല്ലാതെ ആരെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു കേട്ടോ. ഹലോ വന്നു. എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇങ്ങനത്തെ മൊബൈൽ ഇങ്ങനത്തെ ബ്ലൂടൂത്ത് വെച്ച് നോക്കാം. പ്രൊട്ടക്റ്റ് വന്നു. അപ്പോൾ ആമ്പ് കംപ്ലൈൻ്റാണ്. പവർ സപ്ലൈ ഇതാണ്, പുഷ് പവർ പ്രൊട്ടക്റ്റായി. $825. ഓക്കെ.
നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. നമ്മൾ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും. അപ്പോൾ ഇച്ചും കൂടി സൈഡിലോട്ട് മാറ്റിയിട്ട് ഹൈപ്പ് ചെയ്യണം. ഈ ഹൈപ്പ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേക സമ്മാനമൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും ഫോൺ വിളിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണേ, നിങ്ങൾ ആ സെറ്റിൻ്റെ മോഡൽ നമ്പർ എടുത്ത് വെച്ചിട്ട് വേണം വിളിക്കാൻ. ഈ ടി വി ഏതാണ്, കമ്പനി ഏതാണെന്നെങ്കിലും മിനിമം നോക്കണം. കമ്പനി മോഡൽ നമ്പറൊക്കെ എടുത്തിട്ട് വിളിക്കണം. നമുക്ക് ഓരോരുത്തരുടെ പേര് വെച്ച് ഇന്നയാളെ നമുക്ക് തിരിച്ചറിയുന്നത് പോലെ കമ്പനിയുടെ മോഡൽ നമ്പർ വെച്ചാണ് നമ്മൾ ആ ടി വിയെ തിരിച്ചറിയുന്നത്. അങ്ങനെ ടി വിയെ തിരിച്ചറിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുള്ളൂ. എൻ്റെ വിലപ്പെട്ട സമയം അങ്ങനെ കളയരുത്. ഈ മോഡൽ നമ്പർ എല്ലാം എടുത്ത് കുറിച്ച് വെച്ചിട്ട് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.